നമസ്കാരം. ഓട്ടോ ലോൺസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ 3 പേര് വിളിപ്പുണ്ട്. അപ്പോൾ ഇനി ഒരു പുതിയൊരു വിഷയത്തിനെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. കേൾക്കുന്നവർക്ക് ചിലപ്പോൾ ഇത് റിപ്പീറ്റഡ് ആയിട്ട് തോന്നാം, പക്ഷെ കിട്ടിയ കോളുകൾക്ക് ഇത് എങ്ങനെയാണ് റിപ്ലൈ അയക്കേണ്ടത് അല്ലെങ്കിൽ എങ്ങനെ പറഞ്ഞാലാണ് മനസ്സിലാവുക എന്ന് ഇപ്പോഴും ക്ലാരിറ്റിക്ക് ഒത്തിരി വ്യത്യാസം ഉള്ളതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. ഇന്നത്തെ നമ്മുടെ വിഷയം നമ്മൾക്ക് എത്ര രൂപ വരെ ലോൺ എടുക്കാം എന്നുള്ളതാണ്. സാധാരണ ഇപ്പോൾ അല്ലേ അതെങ്ങനെ ചോദിക്കുക? ഇപ്പോൾ വിളിക്കുന്ന ആൾക്കാർ എങ്ങനെയായിരിക്കും നമ്മളോട് ചോദിക്കുക? അതായത് എൻക്വയറി വിളിക്കുന്ന ആൾക്കാർ ആദ്യമായിട്ട് ചോദിക്കുന്നത് നമ്മുടെ പ്രോസസ്സിനെ പറ്റിയാണ്. എന്താണ് നിങ്ങളുടെ പ്രോസസ്സ്? പിന്നെ അടുത്ത ചോദ്യം, എനിക്ക് എത്ര തുക വരെ ലോൺ കിട്ടും? അതിനൊരു കൃത്യം ഉത്തരം കൊടുക്കണമെങ്കിൽ അവരുടെ ഡോക്യുമെന്റ്സ് കിട്ടിയാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. അതെ, അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഓരോ ബാങ്കിനും ഓരോ രീതിയിലാണ്. അതായത് ചില ബാങ്കിന് നമ്മുടെ സാലറിയുടെ 8 ടൈംസ് മാത്രമാണ് ലോൺ കൊടുക്കാൻ സാധിക്കുള്ളൂ. അതായത് 3000 രൂപ സാലറി ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ 3 × 8 എത്രയായോ? 3 × 8 24, 24,000 രൂപ വരെയാണ് ലോൺ കിട്ടുള്ളൂ ചില ബാങ്കിന്. ചില ബാങ്കിന് ഇത് 10 രൂപ വരെ, 10 മൾട്ടിപ്പിൾ വരെ കൊടുക്കാൻ പറ്റും. ചിലത് 12 മൾട്ടിപ്പിൾ, ചിലത് 15 മൾട്ടിപ്പിൾ. ചില ബാങ്കുകൾ നമുക്ക് എത്രയാണോ DBR × 60, അതായത് 3000 രൂപ സാലറി ആണെങ്കിൽ 1500 × 60. അപ്പോൾ എത്രയാണ് ഏകദേശം കാശ്? 1500 × 60 എന്ന് പറയുമ്പോൾ എത്രയാ? മിണ്ടാണ്ടിരിക്കല്ലേ, പറ. 1500 × 60 എന്ന് പറയുമ്പോൾ 90,000 രൂപ, ഇൻക്ലൂഡിങ് ഇൻട്രസ്റ്റ് അല്ലേ? ഇൻക്ലൂഡിങ് ഇൻട്രസ്റ്റ് വരുന്നത്. പക്ഷെ ഇതെല്ലാ കേസിലും പോസിബിലിറ്റി ഇല്ല. കാരണം നമുക്ക് ഒരാൾ വണ്ടി വാങ്ങിക്കുമ്പോൾ അയാളുടെ DBR എന്ന് പറഞ്ഞാൽ അയാൾക്ക് ലീഗലായിട്ട് ചിലവാക്കാൻ പറ്റുന്ന തുക, അത് മുഴുവനും കാർ ലോണിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് പിന്നെ പെട്രോൾ അടിക്കണ്ടേ, അയാൾക്ക് വേറെ ഒത്തിരി ഫുഡ് കഴിക്കണ്ടേ, അങ്ങനെ ഒത്തിരി ചിലവുകളുണ്ട്, റൂം ഉണ്ടാവും. അപ്പോൾ അത് എല്ലാ കേസുകളിലും ഇത് പോസിബിലിറ്റി ഇല്ല. ചില കേസുകളിൽ അത് പോസിബിലിറ്റി ഉണ്ടാവും. പക്ഷെ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, എത്ര എങ്ങനെ പറയാ നമുക്ക് ഡോക്യുമെന്റ് കംപ്ലീറ്റ് കിട്ടിയാൽ മാത്രമാണ് കൃത്യമായിട്ട് പറയാൻ പറ്റുള്ളൂ. ഇതൊരു സിനാരിയോ. വേറൊരു സിനാരിയോ ഉണ്ട്. ഇപ്പൊ നമുക്കിപ്പോ ഈ 1500 വെച്ച് നമുക്ക് അടയ്ക്കാൻ പറ്റുമെന്നാണ് നമ്മൾ വിചാരിക്കുക. എന്നിരുന്നാൽ പോലും നമ്മൾ എടുക്കുന്ന തുക 1 വർഷത്തേക്കാണെങ്കിൽ ചിലപ്പോൾ നടക്കാതെ വരും അല്ലേ? അപ്പൊ ഏതൊരു കേസിലാണെങ്കിലും നമുക്ക് ഡോക്യുമെന്റ് കംപ്ലീറ്റ് ആയിട്ട് കൈ കിട്ടിയാൽ മാത്രമാണ് പറയാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെയാണ് വേറെ വിഷയം. നമുക്ക് ഈ സാലറി നമ്മൾ നോക്കുമ്പോൾ DBR എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആണ്, എനിക്കൊരു പേഴ്സണൽ ലോൺ ഉണ്ടെങ്കിലും കാർ ലോൺ എടുക്കാൻ പറ്റും എന്നുള്ളത്. DBR ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പേഴ്സണൽ ലോൺ ഉണ്ടെങ്കിലും കാർ എടുക്കാൻ പറ്റും അല്ലേ? പ്രശ്നമല്ല. ചില കേസിൽ പ്രശ്നമാണ് താനും. അതായത് ഉദാഹരണത്തിന് ഇപ്പോൾ വീണ്ടും നമ്മൾ പോവുകയാണ്, 3000 രൂപ സാലറി ഉള്ള ഒരാൾ, അയാൾ പേഴ്സണലായിട്ട് അയാൾ 1000 രൂപ അടയ്ക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് എത്ര രൂപയുടെ EMI ഉള്ളൊരു വണ്ടിക്ക് ലോൺ പോകാൻ പറ്റും? 5 വർഷമാണെങ്കിൽ അത് അയാൾക്ക് 500 രൂപ EMI വരുന്ന രീതിയിലുള്ള വണ്ടി എടുക്കാൻ പറ്റും. അപ്പോൾ 500 × 60 എത്രയായി? 30 രൂപ അല്ലേ? 30 രൂപ വരെ. അപ്പോൾ ഒരു 20 രൂപ വണ്ടിക്ക് പോകാൻ പറ്റും ഏകദേശം കണക്ക് പറയുകയാണെങ്കിൽ, പലിശയും എല്ലാം ഉൾപ്പെടെ കേട്ടോ. നേരെ മറിച്ചിട്ട് ഇത് 1 വർഷത്തേക്കാണെങ്കിലോ പറ്റില്ല. 20,000 രൂപ മിനിമം ലോൺ എമൗണ്ട് വേണ്ടേ? അപ്പോൾ പല കേസുകളും അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നിൽക്കും. അപ്പോൾ അതുകൊണ്ട് ബേസിക് ഡോക്യുമെന്റ് ആയ സാലറി സർട്ടിഫിക്കറ്റ് 4 മാസത്തെ 4 മാസം അതെ സാലറി സർട്ടിഫിക്കറ്റ് മാത്രമല്ല, സാലറി സർട്ടിഫിക്കറ്റ്, 4 മാസം ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, പാസ്പോർട്ടിന്റെ കോപ്പി, വിസയുടെ കോപ്പി, എമിറേറ്റ്സിന്റെ കോപ്പി, ഇത്രയും ഡോക്യുമെന്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് എത്ര കിട്ടും, എത്ര മൾട്ടിപ്പിൾ എടുക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ വിശദമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതല്ലേ? അല്ല, ഞാൻ ചോദിക്കാൻ കാരണം ഇപ്പോഴും ആൾക്കാർ ചോദിക്കുന്നുണ്ടല്ലോ. നമുക്ക് ഇന്നലെ വന്ന കോളുകൾക്കും ഇന്ന് വന്ന കോളിലും ഒക്കെ ചോദിക്കുന്നുണ്ട്, ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഇല്ലാണ്ട് ഇത് പോസിബിൾ ആണോ, അല്ലെങ്കിൽ 3000 സാലറി ഉണ്ട് അല്ലെങ്കിൽ 4000 സാലറി ഉണ്ട്. അത് നമ്മൾ ആരെയും കളിയാക്കിയിട്ടോ പറഞ്ഞിട്ടോ കാര്യമില്ല. കാരണം ഒരാളെ സംബന്ധിച്ച് അയാൾക്ക് എങ്ങനെയെങ്കിലും വണ്ടി എടുക്കണമെന്നുള്ളത് ചിലപ്പോൾ അയാളുടെ ഒരു ആഗ്രഹമായിരിക്കും, അല്ലെങ്കിൽ അത്യാവശ്യമായിരിക്കാം. അപ്പോൾ ഇത് എന്തെങ്കിലും സ്കോപ്പ് ഇട്ടോന്നായിരിക്കും ആള് വീണ്ടും ഇത് കേട്ടിട്ട് മനസ്സിലാവാത്തതാണോ, അല്ലെങ്കിൽ അവർക്ക് അത് എന്തെങ്കിലും ഓപ്ഷൻ ഉള്ളതാണോ എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ സ്വാഭാവികം നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് അയാളുടെ ആവശ്യമാണ് അല്ലെങ്കിൽ അയാളുടെ ആഗ്രഹമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ബേസിക് ഡോക്യുമെന്റ്സ് അയച്ചു തന്നു കഴിഞ്ഞാൽ അവർക്ക് പറ്റുന്ന ഒരു പ്ലാൻ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. സ്വാഭാവികമായിട്ട് നമ്മളിപ്പോൾ ഒരു വീട് പണിയാൻ നേരത്ത് നമ്മളോട് ചോദിക്കും, അല്ലെങ്കിൽ നമ്മൾ സാധനം വാങ്ങിക്കാൻ വേണ്ടി പോകുമ്പോൾ നമ്മൾ ചോദിക്കും, അല്ലെങ്കിൽ കടക്കാരൻ നമ്മളോട് ചോദിക്കും, നിങ്ങളുടെ ബഡ്ജറ്റ് എന്താണ് എന്ന് ചോദിക്കും. നമുക്ക് സത്യം പറഞ്ഞാൽ ആദ്യം ബഡ്ജറ്റ് പറയാൻ പേടിയാണ്. കാരണം ബഡ്ജറ്റ് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ വിചാരിക്കണം എന്താ, അല്ല ബഡ്ജറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കുന്ന
മോശത്തിനേക്കാളും കൂടുതൽ എനിക്കിപ്പോൾ നമുക്ക് വരുന്ന ചിന്തയായിട്ടാണ് പറയുന്നത്. ഇയാൾ നമ്മളിപ്പോൾ ഒരു 1000 രൂപ നമ്മുടെ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഇയാൾ 1000 രൂപയ്ക്കുള്ള സാധനമാണ് നമ്മൾ കാണിച്ചു തരുള്ളൂ, അതിന് താഴെയുള്ള സാധനം നമ്മൾ പറയില്ലേ എന്നുള്ളതായിരിക്കും അല്ലേ ഒരു ബഡ്ജറ്റ് ചോദിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം. നമ്മൾ ബഡ്ജറ്റ് എന്തുകൊണ്ടാണ് ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണ് നിങ്ങൾ ഇപ്പോൾ എല്ലാവരും ചോദിക്കുക എത്രയാണ് നിങ്ങളുടെ EMI വരിക, ഒരു EMI അടയ്ക്കാവുന്ന കാര്യത്തിനൊക്കെ ഒരു ഇതുണ്ട്. അപ്പോൾ നമ്മൾ പറയുമ്പോൾ ഏറ്റവും ചെറുത് തൊട്ടിട്ട് വലുത് വരെയും പറഞ്ഞു തരും അല്ലേ അപ്പോൾ നിങ്ങളുടെ ബഡ്ജറ്റ് ഇത് ഓക്കെയാണ്, അതുകൊണ്ടുള്ള ദോഷങ്ങളും ഗുണങ്ങളും ഒക്കെ പറയും. ഇത് കേൾക്കാൻ താല്പര്യമുള്ള ഒരാളാണെങ്കിൽ മാത്രമാണ് അല്ലേ നമുക്കിത് പറഞ്ഞ് മനസ്സിലാക്കാനും ചെയ്യിപ്പിക്കാനും പറ്റുള്ളൂ. അപ്പോൾ അതിനുശേഷം നമുക്ക് അയാൾക്ക് തീരുമാനിക്കാം ബഡ്ജറ്റോ അല്ലെങ്കിൽ അയാളുടെ ആവശ്യം എന്താണെന്ന് വ്യക്തമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുറേ പ്ലാൻ നമുക്ക് നിരത്തി തരാൻ പറ്റും അല്ലേ. ആ പ്ലാൻ വെച്ചിട്ട് അയാൾക്ക് തീരുമാനിക്കാം എനിക്ക് ഇത് ഓക്കെ ആണോ അല്ലെങ്കിൽ ഇതുണ്ടോ ഇതിന് പ്രശ്നങ്ങളുണ്ടോ. അപ്പോൾ നമ്മൾ പറയുമ്പോൾ പോസിറ്റീവും നെഗറ്റീവും പറയും. നെഗറ്റീവ്സ് ആയി ഞങ്ങൾ കൂടുതൽ ഊന്നി പറയുക. കാരണം ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ പലരും നമ്മളോട് പറയുന്ന വേറെ വിഷയമുണ്ട്. ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അവർ ഇങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ, അവർ അല്ലേ ഈസി ആയിട്ടാണ് പറഞ്ഞത്. അവർ വിൽക്കുന്ന അവരുടെ വണ്ടിയാണ് വിൽക്കുന്നത്. അപ്പോൾ അവരാദ്യം ആ ഡോക്യുമെന്റ്സ് വാങ്ങി കിട്ടിയില്ലെങ്കിൽ അടുത്ത ആള്. നമ്മളെ സംബന്ധിച്ച് നിങ്ങൾ വന്നാൽ മാത്രമേ നമുക്ക് കച്ചവടമുള്ളൂ. കാരണം നമുക്ക് അതുകൊണ്ട് വണ്ടി നമ്മുടെ വേറെ പ്രൊഡക്റ്റ് വിൽക്കാനില്ല. നമ്മുടെ പ്രൊഡക്റ്റ് ഇതാണ്. അപ്പോൾ തട്ടിപ്പും വെട്ടിപ്പൊക്കെ കുറവാണ് അല്ലെ, താരതമ്യേന എല്ലാവരും ഇതിൽ നിന്ന് കുറവാണ് അല്ലേ അല്ലേ അതാണ് ഉറപ്പിച്ചു പറയാം, എന്നല്ല അത് കേൾക്കുള്ളൂ. അപ്പോൾ മിനിമം വേണ്ട ഡോക്യുമെന്റ് ആയ സാലറി സർട്ടിഫിക്കറ്റ്, 4 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, ID കോപ്പീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഞങ്ങൾ നിങ്ങളുടെ ഡോക്യുമെന്റ്സ് വാങ്ങിക്കും, നിങ്ങളുടെ എലിജിബിലിറ്റി കാര്യങ്ങൾ ചെക്ക് ചെയ്യും. എലിജിബിലിറ്റി ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പോയി വണ്ടി കാണാം. വണ്ടി കാണുമ്പോൾ അവരോട് ക്യാഷ് തന്നെ പറഞ്ഞ് സംസാരിക്കുക അല്ലേ. ക്യാഷ് പറഞ്ഞ് അവർക്ക് കൊടുക്കാനുള്ള ക്യാഷായിട്ട് ഞങ്ങൾ വരും, ക്യാഷ് കൊടുക്കുന്നു, വണ്ടി വാങ്ങിക്കുന്നു, നിങ്ങൾക്ക് 0 ഡൗൺ പേയ്മെന്റ് ആക്കിയിട്ട് ബാങ്കിൽ നിന്ന് ലോൺ ചെയ്ത് EMI ആക്കി ചെയ്ത് തരുന്നു. ഇതാണ് ഞങ്ങളുടെ സർവീസ്. അപ്പോൾ ഞങ്ങളുടെ സർവീസ് ആവശ്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ തേടി വരിക. താങ്ക് യു. ഈ ഒരു കേസിൽ തന്നെ ഇന്ന് നമുക്ക് രാവിലെ വന്നൊരു കോളായിരുന്നു. 4000 സാലറി ഉള്ള ഒരാള് വണ്ടി എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ച് നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം സാറ് പറഞ്ഞത് 10,000 രൂപയ്ക്കുള്ള വണ്ടി. അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അതായത് മിനിമം ലോൺ എമൗണ്ട് അല്ല, ഇപ്പോഴും ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴും ആൾക്കാർക്ക് അതിനകത്ത് നമ്മൾ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നമ്മൾ ഇത്ര വലിയൊരു വീഡിയോ ഉണ്ടാക്കുമ്പോൾ ഇത് മുഴുവൻ കേൾക്കാൻ ആൾക്കാർക്ക് എവിടെ സമയം, ശരിയല്ലേ? ആർക്കും സമയം ഉണ്ടാവില്ല. അപ്പോൾ ഈ വീഡിയോസ് മുഴുവൻ നമ്മുടെ റീച്ചിന്റെ ഭാഗമായിട്ട് നമ്മളൊരു 10 ആളെ എങ്ങനെയെങ്കിലും ഒന്ന് അറിയാം അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒന്ന് എത്തിക്കാനുള്ള ഭാഗമായിട്ട് മാത്രം ചെയ്യുന്ന വീഡിയോസാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഡയറക്റ്റ് വിളിക്കുക. 10 പ്രാവശ്യം ചോദിച്ചാലും പറഞ്ഞു തരുന്നതിന് നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. കാരണം ഇതൊക്കെ ചെയ്താൽ മാത്രമേ ഞങ്ങൾക്ക് എന്തെങ്കിലും കിട്ടൂ. അപ്പൊ എന്തായാലും അടുത്ത വീഡിയോ കാണാമെന്നുള്ള ശുഭപ്രതീക്ഷയോട് കൂടിയിട്ട് ബൈ ബൈ.